കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സി പി ഐ എമ്മിനെതിരെ എന്ത് വാർത്ത കൊണ്ടുവരാം എന്ന് ആറ്റുനോറ്റ് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന മാപ്രകൾ ഉള്ള നാടാണിത്. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് പൊലിപ്പിക്കുമെന്ന കാര്യം സംശയമില്ല. കാരണം ഒന്ന് കിട്ടിയല്ലോ, അതിപ്പോൾ കിട്ടിയത് പൊലിപ്പിക്കാം. അപ്പം എന്താണ് സംഭവം? പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ അനിരുദ്ധൻ്റെ ഇളയ മകൻ എ കസ്തൂരി, മൂത്ത മകൻ അനിരുദ്ധൻ്റെ മൂത്ത മകൻ CPM നേതാവ് മുൻ MP ആയ എ സമ്പത്തിൻ്റെ അനുജൻ എ കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. സത്യമാണ് വാർത്ത. അപ്പോൾ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ കെ അനിരുദ്ധൻ്റെ കമ്മ്യൂണിസ്റ്റ് കുടുംബം വലിയൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം സംഘപരിവാറിലേക്ക് പോയി എന്നാണ് ആഘോഷം. ഇതേക്കുറിച്ച് എ കസ്തൂരിയെ കണ്ട ചില അഭിമുഖങ്ങൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. കസ്തൂരിയെ കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ കസ്തൂരി ആ സമയത്ത് SFIയുടെ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവാണ്. എ സമ്പത്ത് തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ പ്രസിഡന്റ്, കസ്തൂരി യൂണിറ്റ് ഭാരവാഹി. അതുകൂടാതെ കോളേജ് യൂണിയൻ ഇലക്ഷനിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ യൂണിയൻ ചെയർമാനായിട്ട് എ കസ്തൂരി തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് എൻ്റെ സഹധർമ്മിണിയായി മാറിയ ഉഷാ ടി നായരായിരുന്നു. അപ്പോൾ അങ്ങനെ കസ്തൂരിയുമായിട്ട് ആ സമയത്ത് തന്നെ വളരെ അടുത്ത ബന്ധം സമ്പത്തിനോടൊപ്പം തന്നെ സൂക്ഷിക്കാൻ സാധിച്ചു. പിന്നീട് കോളേജ് പഠനം കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞിട്ട് കസ്തൂരി നേരെ മുംബൈയിലേക്ക് ജോലി തേടി പോകുന്നു. അന്ന് അക്കാലത്ത് വിപ്രോയിൽ അന്ന് തന്നെ മുംബൈയിൽ കസ്തൂരിക്ക് നല്ല ജോലി കിട്ടുന്നു. അപ്പോൾ കസ്തൂരി വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. സമ്പത്തിനെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം സമ്പത്ത് നേടിയിട്ടുണ്ട്. അതേപോലെ കസ്തൂരി മിടുക്കനായ വിദ്യാർത്ഥിയും കറകളഞ്ഞ SFI പ്രവർത്തകരും നേതാവുമായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം വിപ്രോയിൽ പോയി മുംബൈയിൽ പോയി ജോലി തേടി. പിന്നെ ഞങ്ങൾ കാണാറില്ല. പിന്നെ അദ്ദേഹം 10 വർഷത്തോളം വടക്കേരിയിൽ ചെലവഴിച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ആ സമയത്ത് അടുത്ത കാലത്ത് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് കുറച്ചാൾ മുമ്പ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കെ അനിരുദ്ധൻ അവലംബിയാണ്. രോഗം ബാധിച്ച് ന്യൂറോ സംബന്ധമായ അസുഖം ബാധിച്ച് കിടപ്പിലായി 8 കൊല്ലത്തോളം കിടപ്പിലായിട്ടാണ് കെ അനിരുദ്ധൻ മരിക്കുന്നത്. അങ്ങനെ കിടപ്പിലായപ്പോൾ മകൻ ആണ് അച്ഛനെ കാര്യമായിട്ട് പരിചരിച്ചത്. ഇളയ മകൻ, മൂത്ത മകൻ സമ്പത്തല്ല. അക്കാര്യം ഒരു തവണ കണ്ടപ്പോൾ സമ്പത്ത് കസ്തൂരി എന്നോട് പങ്കുവെച്ചതാണ്. ഞാനും ഭാര്യയും കൂടെ ഒരു തവണ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് യാദൃശ്യമായിട്ട് കസ്തൂരിയെ കാണുന്നു. കസ്തൂരിയെ ഭാര്യയും കാണുന്നു. കസ്തൂരി വിവാഹം ചെയ്തത് കസ്തൂരിയേക്കാൾ പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീയാണ്. അവർ കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയനായിരുന്നു. അപ്പം അങ്ങനെ അതിലും ഒരു വ്യത്യസ്തത പുലർത്തിയ ആളാണ് കസ്തൂരി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കസ്തൂരിയുടെ ചിന്തകളിലൊക്കെ മാറ്റം വന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം കുറച്ചുകൂടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, വിപ്ലവമൊക്കെ കളഞ്ഞോ കസ്തൂരി? SFI കൂടെ ഒക്കെ വന്നതല്ലേ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, അത് ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ വന്നു. അച്ഛനെ 8 കൊല്ലത്തോളം പരിചരിക്കാൻ ഞാൻ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ജോലി ഞാൻ അതിനുവേണ്ടി ഉപേക്ഷിച്ചു. അന്നൊക്കെ വളരെ മാനസിക സംഘർഷം വന്ന നാടുകളായിരുന്നു. ജ്യേഷ്ഠൻ സമ്പത്തുമായിട്ടും അങ്ങനെ ചില തർക്കങ്ങൾ അച്ഛനെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാനസിക സംഘർഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നു. അങ്ങനെ ഒക്കെ പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അന്ന് കസ്തൂരി പറയുകയുണ്ടായി. അപ്പോൾ ഒരു മനുഷ്യന് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങൾ, നല്ലതോ അല്ലാത്തതുമായ കാര്യങ്ങൾ, അതുകൊണ്ട് മാനസികമായിട്ട് വന്നൊരു മാറ്റം അന്ന് കസ്തൂരിയിൽ പ്രകടമായിരുന്നു. അപ്പം നമുക്കത് പെട്ടെന്നൊരു അടുത്ത് പരിചയമുള്ള ഒരാൾ നിലയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും സംസാരിച്ചപ്പോഴും അതാണ് തോന്നിയത്. ഇപ്പോൾ അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റു.
അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ഐക്യവേദി ഒരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല. ഒരു ഹിന്ദു വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഹിന്ദു വിശ്വാസം എനിക്കുണ്ട്, എനിക്കിപ്പോഴതുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റായിരുന്നു, ഞാനും കമ്മ്യൂണിസ്റ്റായി, എൻ്റെ ജ്യേഷ്ഠനും കമ്മ്യൂണിസ്റ്റായി. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. എൻ്റെ അച്ഛനും ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് CPM-ലേക്ക് വന്നത്. അനിരുദ്ധൻ അദ്ദേഹം MLA MP ഒക്കെ ആയി വലിയ ട്രേഡ് യൂണിയൻ നേതാവായ ഒരു ചരിത്രം നമുക്കറിയാം തിരുവനന്തപുരത്ത്. അപ്പോൾ കസ്തൂരി പറയുന്നു അങ്ങനെ അവർ ആവശ്യപ്പെട്ടു, ഞാൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അല്ലാതെ ഞാൻ RSSO BJPയോ ആയെന്നതിനെന്താ അർത്ഥം? എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളിലൂടെ ഞാൻ ഒരു വഴിത്തിരിവിലേക്ക് പോയി എന്നല്ലാതെ ഞാൻ ഈ BJPയോ RSSO ഒന്നും ആയിട്ടല്ല ഈ ചുമതല ഏറ്റെടുത്തത്. പിന്നെ ഹിന്ദു ഐക്യവേദി അതിൻ്റെ പിന്നെ കുറച്ചുകൂടെ സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി മറ്റു വ്യാഖ്യാനം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കോൺഗ്രസും, പിന്നെ അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ കോൺഗ്രസ്സിലാകുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ആളാണ് എൻ്റെ അച്ഛൻ. അപ്പം എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കരാറുകാരനായിരുന്നു, മരാമത്ത് പണികളുടെ കരാറുകാരൻ കൂടിയായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം എങ്ങനെയാണ് വന്നത്, അതിങ്ങനെയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് വേറെ നിങ്ങളാരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കസ്തൂരി ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ ഇത് ഒരു ടൂളാക്കി ആഘോഷിക്കാൻ ആർക്ക് സാധിക്കും? സംഘപരിവാറിന് സാധിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ കസ്തൂരിയും സമ്പത്തും കസ്തൂരിയുടെ നിലപാട് ഇതിൽ ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. ഇനി സംഘപരിവാറായി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ളവർ എല്ലാം സംഘപരിവാറിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ യഥാർത്ഥ വസ്തുത നമ്മുടെ ജനങ്ങൾ ഒന്ന് അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കസ്തൂരിയെക്കുറിച്ച് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്നതുകൊണ്ടാണ് ഞങ്ങൾ പങ്കുവച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്രയും പറയേണ്ടത്.